Hi, welcome to our Computer Science Computer Application YouTube channel. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്താണെന്നാണ്. ഇപ്പോൾ നമ്മൾ ഫങ്ഷൻസ് മുമ്പ് പഠിച്ചു, എന്താണ് ഒരു ഫങ്ഷൻ എന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ മോഡുലാരിറ്റിയെ കുറിച്ചിട്ടും മൊഡ്യൂൾസിനെ കുറിച്ചിട്ടൊക്കെ മോഡുലറൈസേഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു കൂട്ടം പ്രോഗ്രാമിംഗ് കോഡുകളെ നമ്മൾ ഒരു പേര് കൊടുത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ഫങ്ഷൻസ് എന്ന് പറയുക. അങ്ങനെ മാറ്റുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് മോഡുലാരിറ്റി എന്ന് പറയുന്നത്. ഓരോ ബ്ലോക്കുകളെയും നമ്മൾ പറയുന്നതാണ് മൊഡ്യൂൾസ് എന്ന് പറയുക. അങ്ങനെ ഈച്ച് അല്ലെങ്കിൽ ഓരോ സ്പെഷ്യൽ പർപ്പസിനുള്ള അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർട്ടിക്കുലർ ടാസ്കിനുള്ള ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടം മൊഡ്യൂളുകളെ നമ്മൾ ഒരു പേര് കൊടുത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ഒരു ഫങ്ഷൻസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറേ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ സ്കാനർ ഫംഗ്ഷനും അതുപോലെ തന്നെ പ്രിന്റ്എഫ് ഫംഗ്ഷൻ, അതുപോലെ ഗെറ്റ്സ്, പുട്സ്, പുട്ട് ക്യാർ, ഗെറ്റ് ക്യാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻസിനെ നമ്മൾ അതിന്റെ നേച്ചർ അനുസരിച്ചിട്ട് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്നും രണ്ടാമത്തെ ലൈബ്രറി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്നും രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്ന് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും ഒന്ന് ലൈബ്രറി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. അതായത് ബിൽറ്റ് ഇൻ ഓൾറെഡി അതിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻസ് എന്ന് രണ്ടെണ്ണമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസറുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് യൂസർ ഡിസൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ യൂസർ നീഡ്സ് അനുസരിച്ചിട്ട് യൂസർക്ക് ആവശ്യമുള്ള പർപ്പസിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്താ പറയുക, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുക. അതല്ല, ഓൾറെഡി C++ ലൈബ്രറിയിൽ സെറ്റ് ചെയ്ത് വെച്ച കുറേ ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ഗെറ്റ്സ് ഫംഗ്ഷൻ, പുട്സ് ഫംഗ്ഷൻ, ഗെറ്റ് ക്യാർ ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ, അതുപോലെ നമ്മുടെ SQRT ഫംഗ്ഷൻ, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടല്ലോ. ഈ ഫംഗ്ഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി C++ ലൈബ്രറിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓൾറെഡി ഒരു സ്പെഷ്യൽ മീനിങ് ഉള്ള ഒരുപാട് ഫംഗ്ഷൻസ് ആണ്. പക്ഷെ ഇവിടെ നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിൽ എങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിൽ നമ്മൾക്ക് എന്ത് പർപ്പസ് ആണ് വേണ്ടത് അതിനെ നമ്മൾ അതിനുള്ള കോഡുകളെ നമ്മൾ ഒരു കൂട്ടം കോഡുകളെ നമ്മൾ ഒരു പേര് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. അത്തരം ഫംഗ്ഷൻസ് നമ്മൾ പറയുന്ന പേരാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസർ നീഡ്സ് അനുസരിച്ച് യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുക. അതല്ല, ഓൾറെഡി C++ ലൈബ്രറിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. അത്തരം ഫംഗ്ഷൻസ് നമ്മൾ പറയുന്ന പേരാണ് ലൈബ്രറി ഫംഗ്ഷൻസ് ഓർ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയും. അതല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഇതിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോഗ്രാമിൽ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കണം എന്ന് വിചാരിക്കുക. ഒരു പ്രോഗ്രാമിൽ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ടും 3 സ്റ്റേജുകളാണുള്ളത്. ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും 3 സ്റ്റേജുകളാണുള്ളത്. അതായത് ഒന്ന്, നമ്മൾ ഇന്ന രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഈ പ്രോഗ്രാമിൽ എവിടെയോ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കണം അല്ലേ. ഇപ്പൊ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാറില്ല. വേരിയബിൾ എന്തിനാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ ഇൻഡ് എന്നോ ഇൻഡ് ബി എന്നോ ഇൻഡ് എക്സ് എന്നോ ഇൻഡ് വൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാറുണ്ട്. എന്തിനാ വേരിയബിൾ ഡിക്ലറേഷൻ? വേരിയബിൾ ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ എവിടെ ആ വേരിയബിൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് വേരിയബിൾ ഡിക്ലറേഷൻ. അതേപോലെ നമ്മളൊരു പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എവിടെയാണ് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ആ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ അവിടെ ഇതിൽ എവിടെയോ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണം, ആദ്യം അവിടെ സെറ്റ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്ത് വെക്കണം. അത് ഡിക്ലെയർ ചെയ്താൽ മാത്രം പോരാ, ആ ഫംഗ്ഷൻ എന്ത് പ്രോസസ്സാണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്ത് പ്രോസസ്സാണ് അവിടെ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 2 നമ്പറുകൾ ആഡ് ചെയ്തിട്ട് 2 ഇൻഡീജർ നമ്പറുകൾ ആഡ് ചെയ്തിട്ട് അതിന്റെ സമ്മ് കാണാനുള്ള ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ ഫംഗ്ഷൻ ആക്കി ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് അല്ലെങ്കിൽ വൈ എന്ന് പറയുന്നത് എക്സും വൈ എന്ന് പറയുന്ന 2 വേരിയബിളാണ്. ആ 2 വേരിയബിൾ കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ സമ്മ് എത്രയാണെന്ന് കാണാനുള്ള നോർമലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം x+y എന്ന് കൊടുത്താൽ മതി. പക്ഷെ ഒരു പ്രോഗ്രാമിൽ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് അത് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എക്സും വൈ കൂടെ ഒക്കെ ആഡ് ചെയ്ത് അതിന്റെ പ്രോഗ്രാമുകളെല്ലാം ഒരു ഫംഗ്ഷൻ ആക്കി മാറ്റി. എങ്ങനെയാണ് ഫംഗ്ഷൻ ആക്കി മാറ്റുക എന്നുള്ളത് നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ ആക്കി മാറ്റി, ആ ഫംഗ്ഷൻ ആക്കി മാറ്റിയിട്ട് അതിന് നമ്മളൊരു പേര് കൊടുത്തു. എന്ത്
കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കും. എക്സും വൈയും കൂടി കൂട്ടാനുള്ള പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ ഒരുമിച്ച് ഒരു മൊഡ്യൂൾ ആക്കിയിട്ട് ആ മൊഡ്യൂളിന് ഒരു പേര് കൊടുത്തു. അവിടെ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് പേര് കൊടുക്കും, മീൻസ് ഒരു പേര് കൊടുക്കാം മൊഡ്യൂളിന്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന് കൊടുത്ത ആ പേരുണ്ടല്ലോ, ആ പേര് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആദ്യം അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള പെർമിഷൻ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മാത്രമേ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സും വൈയും ആഡ് ചെയ്തിട്ട് എനിക്ക് സം പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ആ ഫംഗ്ഷനുകളിൽ നമുക്ക് ഈ കോഡുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് 3 സ്റ്റേജസ് ആണുള്ളത്. ഏതൊക്കെയാണ് 3 സ്റ്റേജസ്? ഒന്ന് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, 2 ഫംഗ്ഷൻ ഡെഫിനിഷൻ, 3 ഫംഗ്ഷൻ കോൾ. ഏതൊക്കെയായിരുന്നു? ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ ആൻഡ് ഫംഗ്ഷൻ കോൾ. ഇങ്ങനെയായിരിക്കും നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കി നോക്കാം. ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ അതായത് നമ്മളിപ്പോൾ ഈ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പറഞ്ഞ പോലെ ഈ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പാണ് അവിടെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ നമ്മൾ പറയുന്ന ഫംഗ്ഷൻ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. എന്താ പറയുക? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ആസ് എ നോർമൽ വാരിയബിൾ ഡിക്ലറേഷൻ പോലെയാണ്. അതായത് നമ്മൾ ഒരു വാരിയബിൾ എങ്ങനെയാണോ ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണോ ഡിക്ലെയർ ചെയ്യുന്നത് അതുപോലെയാണ് നമ്മൾ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേജ് ആയിരുന്നു ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഫംഗ്ഷൻ ഡെഫിനിഷൻ. നമ്മൾ ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷൻ, ഇപ്പൊ ഞാൻ അവിടെ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഞാൻ ആദ്യം അവിടെ ഡിക്ലെയർ ചെയ്യണം. ആ ഡിക്ലെയർ ചെയ്യുന്നതിനാണ് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയാം. ദെൻ ആ ഞാൻ ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷൻ, ആ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ എന്ത് പ്രോസസ്സാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേജ് ആണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക, അത് എന്ത് പ്രോസസ്സാണ് ചെയ്യുന്നത് എന്ന് പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മളിവിടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എക്സും വൈയും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ സം ആണ് പ്രിന്റ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് ആണ് ആര് ചെയ്യേണ്ടത്? ഈ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ ഡിക്ലെയർ ചെയ്തു. ആ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് പ്രോസസ്സാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേജ് ആയിരുന്നു ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നമുക്ക് എക്സും വൈയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് എവിടെയാണോ കിട്ടേണ്ടത് അവിടേക്ക് നമ്മൾ അതിനെ കോൾ ചെയ്യുക, മീൻസ് അതിനെ ആക്സസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ഫംഗ്ഷൻ കോൾ എന്ന് പറയാം. അപ്പോൾ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ നീഡ്സ് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയാം. ആ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുമ്പോൾ അതിന് 3 സ്റ്റേജുകളാണത്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ ആൻഡ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേജ് ആയിരുന്നു ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ എന്ത് പ്രോസസ്സാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേജ് ആയിരുന്നു ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷന്റെ റിസൾട്ട് അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുക? നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ആ ടാസ്ക് നമുക്ക് ഏത് ഭാഗത്തേക്കാണ് ചെയ്യേണ്ടത്, മീൻസ് ആ ടാസ്കിന്റെ ആൻസർ എവിടെയാണ് കിട്ടുന്നത്, എവിടെയാണോ ഈ ഫംഗ്ഷന്റെ സർവീസ് ആവശ്യം അല്ലെ ആവശ്യമുണ്ടെങ്കിൽ അതിന് നമ്മൾ അവിടേക്ക് അതിനെ കോൾ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ഫംഗ്ഷൻ കോൾ എന്ന് പറയാം. ഇതൊക്കെ പോട്ടെ, ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഇതിപ്പോ എന്റെ കയ്യിൽ ഒരു വൈറ്റ് ബോർഡ് മാറും. ഓക്കെ, നിങ്ങൾ എല്ലാവരും എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കുട്ടി കിഷോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് വെച്ചിരിക്കുക. 50 കുട്ടികൾ എന്റെ മുമ്പിൽ ഇപ്പൊ ഇരിക്കുന്നുണ്ട്. അതിൽ ഇതായിരിക്കുന്നു കിഷോർ. അപ്പൊ ഈ കിഷോറിനോട് ഞാൻ പറയുകയാണ്, കിഷോറെ ഞാൻ നിന്നെ എപ്പോ കിഷോർ ക്ലാസ് എടുക്കുന്ന സമയത്ത് എപ്പോ ഞാൻ കിഷോർ എന്ന് വിളിച്ചാലും നീ എനിക്ക് സ്റ്റാഫ് റൂമിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഒരു കപ്പ് വെള്ളം എനിക്ക് കൊണ്ടു തരണം. ഞാൻ എപ്പോ കിഷോർ എന്ന് വിളിച്ചാലും എനിക്ക് എന്ത് ചെയ്യണം, സ്റ്റാഫ് റൂമിൽ പോയിട്ട് എനിക്ക് ഒരു കപ്പ് വെള്ളം എനിക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടു തരണം. ഞാൻ അവൻ്റെ അടുത്ത് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ കിഷോറിനെ ഏൽപ്പിക്കുന്ന ജോലി എന്താ, കിഷോറിന്റെ ടാസ്ക് എന്താ? ഞാൻ എപ്പോ കിഷോർ എന്ന് വിളിച്ചാലും അവൻ സ്റ്റാഫ് റൂമിൽ പോയിട്ട് ഒരു കപ്പ് വെള്ളം എനിക്ക് കൊണ്ടു തരണം. ഓക്കെ, അപ്പൊ അങ്ങനെ അവനോട് ഞാനത് പറഞ്ഞ് ആ ജോലി അവനെ ഏൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ കിഷോർ എന്ന് പറയുന്ന വിദ്യാർത്ഥി എന്റെ മുമ്പിൽ ഇവിടെ പ്രസന്റ് ആയി ഇരിക്കണ്ടേ? ഓക്കെ, അങ്ങനെ പ്രസന്റ് ആണെങ്കിൽ മാത്രമല്ലേ എനിക്ക് അവനൊരു ജോലി ഏൽപ്പിക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, അവനവിടെ നോക്കി, അവനവിടെ പ്രസന്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കിഷോറെ, ഞാൻ നിന്നെ കിഷോർ എന്ന് വിളിക്കുന്ന സമയത്ത് നീ സ്റ്റാഫ് റൂമിൽ പോയിട്ട് എനിക്കൊരു കപ്പ് വെള്ളം എടുത്തിട്ട് വരണം. ഞാൻ അവനെ ഏൽപ്പിച്ച ടാസ്ക് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കിഷോർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ ന്യൂഡൽഹിയിൽ വേണ്ടിയിട്ട് സ്റ്റാഫ് റൂമിൽ പോയി ഒരു കപ്പ് വെള്ളം എടുത്തു. ഓക്കെ, പിന്നെ ഞാൻ 10 മിനിറ്റ് ക്ലാസ് എടുത്തു. കിഷോർ എന്ന് വിളിച്ചാൽ വീണ്ടും അവൻ സ്റ്റാഫ് റൂമിൽ പോയിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തു. ഓക്കെ, ഇനി അത് നമ്മൾ ഇതുകൂടെ ലിങ്ക് ചെയ്യാം. ഈ ഫംഗ്ഷനാണ് അവിടെ കിഷോർ. ഓക്കെ, ഫംഗ്ഷനാണ് അവിടെ കിഷോർ. അപ്പോ ഈ കിഷോറിനോട് ഇങ്ങനെ ടാസ്ക് പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് സ്റ്റാഫ് റൂമിൽ പോയിട്ട് വെള്ളം അവിടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ കിഷോറിനോട് ആ ടാസ്ക് പറയണം. കിഷോറെ, ഞാൻ നിന്നെ വിളിക്കുന്ന സമയത്ത് നീ എന്ത് ചെയ്യണം, എനിക്ക് പോയിട്ട് വെള്ളം കൊണ്ടുവരണം എന്ന് ഞാൻ കിഷോറിനോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവൻ ആദ്യം ക്ലാസ്സിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോ ഈ കിഷോർ ഇവിടെ ക്ലാസ്സിൽ ഉണ്ടോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഉണ്ട് എന്ന് നോക്കുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കൊടുക്കുക. കിഷോർ അവിടെ ക്ലാസ്സിൽ ഉണ്ട്, അത് ഉറപ്പിക്കുന്ന സ്റ്റേജ് ആണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഞാൻ ഈ ഒരു ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട്, അതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഓക്കെ 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 ദെൻ അവനവിടെ പ്രസന്റ് ആണ്, ഞാൻ അവിടെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. ഇനി ഞാൻ കിഷോറിനോട് പറയണം, കിഷോറെ, ഞാൻ നിന്നെ കിഷോറെ എന്ന് വിളിക്കുന്ന സമയത്ത് നീ അവിടെ സ്റ്റാഫ് റൂമിൽ പോയിട്ട് ഒരു കപ്പ് വെള്ളം എനിക്ക് എടുത്തു വരണം. ഓക്കെ, കിഷോർ സമ്മതിച്ചു. ശരി, ഫംഗ്ഷനോട് ഞാൻ പറയാണ് എക്സ് വൈ കൂടെ ആഡ് ചെയ്തിട്ട് എനിക്ക് സമ്മ പ്രിന്റ് ചെയ്യണം. വെറുതെ പ്രിന്റ് ചെയ്യണ്ട, എന്നെ വിളിക്കുന്ന സമയത്ത് പ്രിന്റ് ചെയ്യണം. ഓക്കെ, കിഷോറിനോട് ഞാൻ അന്നെ നോക്കിയാലോ അത് വേറെ ആരെങ്കിലും വിളിച്ചാലോ നീ എന്ത് ചെയ്യണ്ട, അവിടെ സ്റ്റാഫ് റൂമിൽ പോയിട്ട് വെള്ളം കൊണ്ടു കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ കിഷോർ എന്ന് വിളിച്ചാൽ മാത്രം സ്റ്റാഫ് റൂമിൽ പോയിട്ട് വെള്ളം കൊടുക്കണം. അവരുടെ ടാസ്ക് കൊടുക്കും, ഫംഗ്ഷന്റെ ടാസ്ക്. ഇനി ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് വെള്ളം നയിക്കുമ്പോൾ കിഷോർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ എഴുതിയിട്ട് ഓടും, സ്റ്റാഫ് റൂമിൽ പോയിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് വരും. ഓക്കെ, അവന് കൊടുത്ത ടാസ്ക് ആണ്. അതേപോലെ ഈ ഫംഗ്ഷൻ ഞാൻ ഇവിടെ കോൾ ചെയ്യാം. അങ്ങനെ കോൾ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴാണ് കോൾ ചെയ്യേണ്ടത്, എവിടെയാണോ ആ ഫംഗ്ഷന്റെ സർവീസ് എനിക്ക് ആവശ്യം, എവിടെയാണോ എക്സ് വൈ കൂടെ ആൻസർ ആഡ് ചെയ്തിട്ട് ആൻസർ എനിക്ക് ആവശ്യം, അവിടേക്ക് ഞാൻ ആ ഫംഗ്ഷനെ വിളിക്കേണ്ടേ അല്ലേ, ആ ഫംഗ്ഷൻ അവിടെ യൂസ് ചെയ്യണ്ടേ. അങ്ങനെ യൂസ് ചെയ്യുന്ന സ്റ്റേജ് ആണ് ഫംഗ്ഷൻ കോൾ. ഓക്കെ, ഞാൻ കിഷോറിനെ വിളിക്കുന്ന സ്റ്റേജ് ആണ് ഫംഗ്ഷൻ കോൾ. കിഷോറിനോട് ഞാൻ പറഞ്ഞു കൊടുക്കണം, കിഷോറെ, ഞാൻ നിന്നെ കിഷോർ എന്ന് വിളിക്കുന്ന സമയത്ത് സ്റ്റാഫ് റൂമിൽ പോയിട്ട് ഒരു കപ്പ് വെള്ളം എനിക്ക് കൊണ്ടുവരണം. അതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. കിഷോർ ഇന്ന് ക്ലാസ്സിൽ പ്രസന്റ് ആണോ എന്ന് ഞാൻ നോക്കുന്ന സ്റ്റേജ് ആണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്താ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ജനറൽ ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ ഒരു ബേസിക് സിന്റാക്സ് ഉണ്ട് അല്ലേ. നമ്മുടെ ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം എന്ന് പറഞ്ഞ സെമിക്കോളൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജനറൽ ഫോം ഉണ്ട്. അതേപോലെ നമ്മൾ ഫംഗ്ഷൻസ് ഡിക്ലെയർ ചെയ്യുമ്പോഴും അതിനും എന്തുണ്ട്, ഒരു ജനറൽ ഫോം അല്ലെങ്കിൽ ഒരു സിന്റാക്സ് ഉണ്ട്. ആ സിന്റാക്സ് അല്ലെങ്കിൽ ജനറൽ ഫോം ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഡാറ്റ ടൈപ്പ് ഓർ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്, സെമിക്കോളൻ. ഓക്കെ, ശ്രദ്ധിക്കുക, റിട്ടേൺ ടൈപ്പ് ഓർ ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. ഇനി നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡാറ്റകളുടെ ടൈപ്പിന് തന്നെയാണ് നമ്മൾ പറയുക ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. അത് ഇന്റിജർ ആണോ, ഫ്ലോട്ട് ആണോ, ക്യാരക്ടർ ആണോ, ഡബിൾ ആണോ എന്നൊക്കെ നോക്കുന്ന ഒരു ഫിസിക്കൽ അല്ലെ, അല്ലെങ്കിൽ അതിനുള്ള ഒരു ടൈപ്പ്. അതേപോലെ നമ്മൾ ഈ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ എന്ത് വാല്യൂ വെച്ചിട്ടാണ് ഇവിടെ പ്രോസസ്സിംഗ്സ് നടക്കുന്നത്, എന്ത് വാല്യൂ ആണ് നമുക്ക് ആൻസർ ആയിട്ട് തരേണ്ടത്. അതായത് ഞാൻ പറഞ്ഞു, 2 നമ്പറുകൾ ആഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ 2 നമ്പറുകൾ തന്നിട്ട് അതിലത്തെ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് നോക്കാനുള്ള, അല്ലെങ്കിൽ വലുത് ഏതാണെന്ന് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം. 2 നമ്പറുകൾ നമുക്ക് തരുവാണ്. ആ 2 നമ്പറുകളിൽ ഏതാണ് വലുത് എന്ന് വെച്ചാൽ അത് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആണെന്ന് വിചാരിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് +1 പഠിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യുക, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ എക്സ് ആയിരിക്കും വലുത് അല്ലെങ്കിൽ വൈ ആയിരിക്കും വലുത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ആദ്യം നമ്മൾ ആ ഫംഗ്ഷൻ അവിടെ ഡിക്ലെയർ ചെയ്യും അല്ലെ. ഡിക്ലെയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 2 വാല്യൂസ് ആണ് അവിടെ വേണ്ടത്, എക്സും വൈയും ആണ്. നമ്മൾ തീരുമാനിക്കണം ആ എക്സും വൈയും അല്ലെങ്കിൽ 2 വാല്യൂസ് ഏത് ടൈപ്പ് വാല്യൂസ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തീരുമാനിക്കണം അല്ലെ. അപ്പൊ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 2 നമ്പറിലത്തെ ഏതാണ് വലുതെന്ന് വെച്ചാൽ പ്രിന്റ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താ ആലോചിക്കണം, നമ്മൾ കൊടുക്കാൻ പോകുന്ന 2 നമ്പറുകൾ ഇന്റീജർ നമ്പറുകളാണോ, അത് ഫ്ലോട്ട് ആണോ
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡബിൾ ആണോ നമ്മൾ തീരുമാനിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഫംഗ്ഷന്റെ ഈ ഡിക്ലറേഷന്റെ ഫംഗ്ഷൻ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ ഫംഗ്ഷൻ നമ്മൾ ഈ ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ യൂസ് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ എന്ത് വാല്യൂ ആണ് നമുക്ക് അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള വാല്യൂ ആണ് നമുക്ക് ആൻസർ ആയിട്ട് തരേണ്ടത്. ഓക്കെ, അതായത് ഇന്റീജർ ആണോ ഫ്ലോട്ട് ആണോ? അപ്പൊ രണ്ട് ഇന്റീജർ നമ്പറുകൾ കൂട്ടിയാൽ രണ്ട് ഇന്റീജർ ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അപ്പൊ ഇന്റീജർ ഇന്റ് കൊടുക്കണം. രണ്ട് ഫ്ലോട്ട് നമ്പേഴ്സ് ആണെങ്കിൽ അവിടെ ഫ്ലോട്ട് കൊടുക്കണം. അത് രണ്ട് ക്യാരക്ടേഴ്സ് ആണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അവിടെ ക്യാര കൊടുക്കണം. നമ്മൾ വാല്യൂ ഡിക്ലെയർ ചെയ്യണം. അതേപോലെ തന്നെ അപ്പൊ ഇവിടെ ഈ ഡാറ്റ ടൈപ്പ് ഓർ റിട്ടേൺ ടൈപ്പ് മീൻസ് ദ ടൈപ്പ് ഓഫ് വാല്യൂ ദാറ്റ് റിട്ടേൺസ് ബൈ ഫംഗ്ഷൻ. ഓക്കെ, അതായത് ഈ ഫംഗ്ഷൻ എന്ത് വാല്യൂ ഏത് ടൈപ്പിലുള്ള വാല്യൂ ആണ് നമുക്ക് റിട്ടേൺ തരേണ്ടത് ആൻസർ ആയിട്ട് തരേണ്ടത് ആ റിട്ടേൺ ടൈപ്പ് അല്ലെങ്കിൽ ആ വാല്യൂന്റെ ടൈപ്പ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, then second one function name. Function name എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the name of the function. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫംഗ്ഷന്റെ പേര് എന്താണ്? ഇറ്റ്സ് യൂസർ ഡിഫൈൻഡ് വേർഡ്. അതുകൊണ്ടാണല്ലോ അതിനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് യൂസർ ഡിഫൈൻഡ് വേർഡ്. നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ഫംഗ്ഷന് എന്ത് പേരാ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ തോന്നിയ പേരൊന്നും കൊടുക്കാൻ പറ്റില്ല. ഈ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് ഒരു വാലിഡ് ഐഡന്റിഫയർ ആയിരിക്കണം. ഐഡന്റിഫയറിന്റെ റൂൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അക്കങ്ങൾ തുടങ്ങാൻ പാടില്ല, അണ്ടർസ്കോറും ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, കീവേഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല, വൈറ്റ് സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ റൂൾസ് ഒക്കെ വെച്ചിട്ടുള്ള നോർമൽ നമ്മൾ വാരിയബിൾ ആയിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് എന്തായിട്ട് കൊടുക്കാം? ഇവിടെ ഫംഗ്ഷൻ നെയിം ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, then it's an important arguments അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. എന്താണ് ഒരു സംഭവം? ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷനില് നമ്മളിപ്പോ ഈ ഡിക്ലെയർ ചെയ്യുന്ന ഈ ഫംഗ്ഷനില് എത്ര വാല്യൂസ് വെച്ചിട്ടാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? എത്ര എണ്ണം? നമ്പർ ഓഫ് വാല്യൂസ് മീൻസ് നമ്പർ ഓഫ് വാരിയബിൾസ് ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഞാനിപ്പോ രണ്ട് നമ്പറുകൾ ആഡ് ചെയ്യാനാണെങ്കിൽ അവിടെ രണ്ട് നമ്പറാണ്, രണ്ട് വാരിയബിൾ ആണ്. അപ്പൊ രണ്ട് ഇപ്പൊ എക്സ് വൈ ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സും വൈ ആണ് അവിടെ ആർഗ്യുമെന്റ്സ്. ഓക്കെ, അപ്പൊ ഈ പാരാമീറ്റർ ലിസ്റ്റ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷനിൽ എത്ര വാരിയബിൾസ്, അത് ഏതൊക്കെ ടൈപ്പ് വാരിയബിൾസ്, ഇന്റീജർ ആണോ ഫ്ലോട്ട് ആണോ ക്യാരക്ടർ ആണോ, ഏതൊക്കെ ടൈപ്പ് വാരിയബിൾസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അത് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അത് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു ഏരിയയാണ് നമ്മൾ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ the variables that's used by that function. ഓക്കെ, അല്ലെങ്കിൽ ആ ഫംഗ്ഷന്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഈ ഫംഗ്ഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര വാല്യൂസ് ആവശ്യമാണ്, ആ വാല്യൂസ് മീൻസ് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര വാല്യൂസ് ആവശ്യമാണ്, എത്ര വാല്യൂസ് ആവശ്യമാണ്, ആ വാല്യൂയുടെ ടൈപ്പ് എത്രയാണ്, നമ്പർ ഓഫ് വാല്യൂസ്, ടൈപ്പ് ഓഫ് വാല്യൂസ്, അത് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ആർഗ്യുമെന്റ്സ്. അങ്ങനെ ഓരോ വാല്യൂബിളിന് നമ്മൾ പറയുന്ന പേരാണ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഒന്നിലധികം വാല്യൂബിൾസ് വരുമ്പോൾ അത് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയും. എന്താ പറയാ? പാരാമീറ്റേഴ്സ്. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇന്റ് മാക്സ് ഇന്റ് എക്സ് കോമ ഇന്റ് വൈ. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ കഴിയുമ്പോൾ അവസാനം സെമി കോളൻ കമ്പൽസറി ആണ്. സെമി കോളൻ അവിടെ കമ്പൽസറി ആണ്. ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എപ്പോഴും ഏതൊരു പ്രോഗ്രാമും തുടങ്ങുന്നതിന് മുമ്പേ ആയിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അതായത് ഹെഡർ ഫയൽ കഴിഞ്ഞ ഉടനെ, അതായത് മെയിൻ ഫംഗ്ഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഹെഡർ ഫയൽ കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇന്റ് മാക്സ് ഓഫ് ഇന്റ് എക്സ് കോമ ഇന്റ് വൈ. ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള അതന്നെയല്ലേ നോക്കിയോ, ഡാറ്റ ടൈപ്പ് ഓർ റിട്ടേൺ ടൈപ്പ് ഇന്റ്. ഓക്കെ, അതായത് ഈ മാക്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എന്ത് വാല്യൂ ആണ് നമുക്ക് റിട്ടേൺ ആയിട്ട് തരേണ്ടത്, റിസൾട്ട് ആയിട്ട് തരേണ്ടത്. അപ്പൊ ഇവിടെ ഒരു ഇന്റീജർ വാല്യൂ തന്നെയാണ് എനിക്ക് റിട്ടേൺ ആയിട്ട് തരേണ്ടത്. അതാണ് ഇവിടെ ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഇനി ഫംഗ്ഷൻ നെയിം ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും നമുക്ക് അവിടെ എനി വാലിഡ് ഐഡന്റിഫയർ അത്രേ പറയുന്നത്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമ്മുടെ പേരോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ട് നമ്പറുകൾ കൊടുത്തിട്ട് അതിൽ ഏതാണ് വലുത് എന്ന് വെച്ചാൽ അത് പ്രിന്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ മാക്സിമം കാണാനുള്ളതാണ് ഫംഗ്ഷൻ, അതുകൊണ്ട് ഞാൻ മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കും. ഇത് യൂസർ ഡിഫൈൻഡ് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ,
Then ഇവിടെ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്, ഇവിടെ രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരിയബിളിന്റെ ഉള്ളിൽ ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വേരിയബിൾസ്, അതാണ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് എക്സ് എന്നും വൈ എന്നും പറയുന്ന രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആ രണ്ട് ആർഗ്യുമെന്റ്സിന്റെയും ടൈപ്പ് എന്താണ്? ഇന്റീജർ ആണ്. അപ്പൊ ഈ ആർഗ്യുമെന്റ്സ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും? ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ എത്ര വാല്യൂസ് വെച്ചിട്ടാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, നമ്പർ ഓഫ് വാല്യൂസ് ആൻഡ് ടൈപ്പ് ഓഫ് വാല്യൂസ് നമുക്ക് ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ആർഗ്യുമെന്റ്സ് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷന്റെ ജനറൽ ഫോമാറ്റ് എന്ന് പറയുന്നത്. അതിനുള്ള ഒരു എക്സാമ്പിൾ, മാത്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. ആ രണ്ടിന്റെയും ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഇന്റീജർ ആണ്. ഈ ഫംഗ്ഷൻ അതുകൊണ്ട് തന്നെ ഏത് വാല്യൂ ആയിട്ട് റിട്ടേൺ ചെയ്ത് അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് ഇന്റീജർ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ നമുക്ക് പ്രോഗ്രാമിൽ ഏത് ഭാഗത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇന്ന ഭാഗത്തൊന്നുമില്ല, എവിടെ വേണമെങ്കിലും ആ പ്രോഗ്രാം അവസാനിക്കുന്നതിന്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ എന്ത് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേജ് ആണ് ഇത് നമ്മുടെ ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ആ ഫംഗ്ഷൻ എന്ത് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ ഫംഗ്ഷന്റെ ആവശ്യം എന്താണ്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേജ് ആയിരുന്നു ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ കൊടുത്ത ഫംഗ്ഷൻ ഹെഡർ ഉണ്ടല്ലോ, ആ ഫംഗ്ഷൻ ഹെഡർ മീൻസ് പ്രോട്ടോടൈപ്പ് ഉണ്ടല്ലോ, ആ പ്രോട്ടോടൈപ്പ് തന്നെ നമ്മൾ ഇവിടെ ഫംഗ്ഷൻ ഹെഡർ ആയിട്ട് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രം. അതെന്താണെന്ന് നമുക്ക് നോക്കാം, ജനറൽ ഫോമായിട്ട് നോക്കാം. അപ്പൊ ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷന്റെ ജനറൽ ഫോമാറ്റ് ആണ് ഇത്. അതായത് റിട്ടേൺ ടൈപ്പ്, ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ്സ് ലിസ്റ്റ്. അതായത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ചെയ്തിട്ടുള്ള അതേ ഹെഡിങ് നമ്മൾ അതേപോലെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തു, ബട്ട് വിതൗട്ട് സെമികോളൻ. ഇവിടെ സെമികോളന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ ഹെഡർ ഉണ്ടല്ലോ, ഈ ഫംഗ്ഷൻ ഹെഡർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഫംഗ്ഷന്റെ പേര് എന്താണ്, ഫംഗ്ഷൻ ഏത് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൽ എത്ര ആർഗ്യുമെന്റ്സ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പിലുള്ള ആർഗ്യുമെന്റ്സ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ടൈമിൽ നമ്മൾ കൊടുത്തിട്ടുള്ള അതേ ഫംഗ്ഷൻ നെയിമും അതേ റിട്ടേൺ ടൈപ്പും അതേ ആർഗ്യുമെന്റ്സ് ടൈപ്പും അതേ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സും ആയിരിക്കണം ഫംഗ്ഷൻ ഡെഫിനിഷൻ ടൈമിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതന്നെ അവിടെ ഉപയോഗിച്ചു. ഇനി ഈ ഫംഗ്ഷൻ എന്ത് പ്രോസസ് ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇവിടെ ഫംഗ്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ബോഡിയുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഫംഗ്ഷൻ ഹെഡറിന് ശേഷം രണ്ട് ഒരു ഓപ്പൺ ബ്രേസും ഒരു കേളി ബ്രേസും ഒരു ക്ലോസിംഗ് ബ്രേസും ഉണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ ആ ഫംഗ്ഷൻ ബോഡി, ആ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ എന്ത് പ്രോസസ് ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേജ് ആണ്. രണ്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. രണ്ടെണ്ണം നമ്മൾ ഏതാണ് വലുത് നോക്കാനാണെങ്കിൽ ആ വലുത് നോക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എന്ത് ചെയ്തു? സെമികോളൻ ഇട്ടു. ഇനി നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. എക്സാമ്പിൾ നോക്കിയാൽ നമ്മുടെ നേരത്തെ നമ്മൾ മാക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്തത്. ആ മാക്സ് എന്ന് പറയുന്ന ഇന്റീജർ ഫംഗ്ഷൻ ഞാൻ അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ എക്സ് ഐ വൈ എന്ന് പറഞ്ഞ രണ്ട് ഇന്റീജർ വാരിയബിൾസ് ആണ് നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്തത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നോക്കി നോക്കാം, ഇന്റ് മാക്സ് ഇന്റ് എക്സ് ഇന്റ് വൈ സെമികോളൻ ഇട്ടിട്ടില്ല, കാരണം എന്താണ്? ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ്. അതിന്റെ ഉള്ളിൽ ഫംഗ്ഷൻ ബോഡിയുടെ ഉള്ളിൽ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ റിട്ടേൺ എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? എക്സ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, വാല്യൂ നമുക്ക് റിസൾട്ട് ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യണം, എക്സ് റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? y ആയിരിക്കും റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷന്റെ ഒരു എക്സാമ്പിൾ. അപ്പൊ ഇവിടെ ഈ റിട്ടേൺ എക്സ് റിട്ടേൺ വൈ എന്ന് പറഞ്ഞിട്ടില്ലേ, എങ്ങടാണ് റിട്ടേൺ ചെയ്യേണ്ടത്? ഈ ഫംഗ്ഷന് എവിടേക്കാണോ കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ സർവീസ് നമുക്ക് എവിടെയാണോ ആവശ്യം അവിടേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ വാല്യൂനെ റിട്ടേൺ ചെയ്യേണ്ടത്. ഇനി നമുക്ക് എവിടേക്കാണ് ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫംഗ്ഷനെ എങ്ങനെയാണ് നമുക്ക് കോൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതായത് ഈ ഫംഗ്ഷന്റെ സർവീസ് നമുക്ക് എവിടെയാണോ ആവശ്യം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ആ ഫംഗ്ഷൻ ഉപയോഗിക്കണമല്ലോ. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഫംഗ്ഷൻ കോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഇൻവോക്ക് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നോക്കാം. ഇനി നമുക്ക് ഫംഗ്ഷൻ കോൾ എന്താ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഇൻവോക്ക് എന്താണെന്ന് നോക്കാം. ഫംഗ്ഷൻ കോളിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫംഗ്ഷൻ ഇൻവോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റേജ് ഫംഗ്ഷൻ
കോൾ ആണ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഇൻവോക്ക് ആണ്. അതായത് നമുക്ക് എവിടെയാണോ ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷന്റെ സർവീസ് ആവശ്യം എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എവിടെയാണോ ആവശ്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിന്റെ നീഡ്സ് എവിടെയാണെന്ന് വെച്ചാൽ അവിടേക്ക് നമ്മൾ അതിനെ വിളിക്കുന്നതിന് അല്ലെങ്കിൽ അവിടെ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക ഫംഗ്ഷൻ കോൾ ഓർ ഫംഗ്ഷൻ ഇൻവോക്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ജനറൽ ഫോം നോക്കാം. അതിന്റെ ജനറൽ ഫോം മറ്റേ രണ്ടെണ്ണത്തിനും അതായത് ഫംഗ്ഷൻ ഡിക്ലറേഷനും ഫംഗ്ഷൻ ഡെഫിനിഷനും ടോട്ടലി ഡിഫറെന്റ് ആണ്. നോക്കി നോക്കാം. ഇവിടെ ഫംഗ്ഷൻ നെയിം, ഇവിടെ നമ്മൾ ഡാറ്റ ടൈപ്പോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എന്താ പറയുക ഡാറ്റ ടൈപ്പോ അല്ലെങ്കിൽ റിട്ടേൺ ടൈപ്പോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫംഗ്ഷൻ നെയിം പിന്നെ ആക്ച്വൽ പാരാമീറ്റേഴ്സ്. എന്താ ആക്ച്വൽ പാരാമീറ്റേഴ്സ്? എന്താ ആക്ച്വൽ പാരാമീറ്റേഴ്സ്? നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തത് എക്സും വൈയോ അല്ലേ? ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വേരിയബിൾ ഉണ്ടല്ലോ, ആ രണ്ട് വേരിയബിളിനെ ഇപ്പൊ നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് എക്സും വൈയോ ആണ്. അപ്പൊ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസ് ഉണ്ടല്ലോ, അത്തരം വേരിയബിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോർമൽ വേരിയബിൾസ്. എന്താ പറയാ? ഫോർമൽ വേരിയബിൾസ്. അതായത് ദ ആർഗ്യുമെന്റ്സ് ഓഫ് വേരിയബിൾസ് ദാറ്റ് ഈസ് യൂസ്ഡ് വിത്ത് ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ ദാറ്റ് ഈസ് നോൺ ആസ് എന്താ ഫോർമൽ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഫോർമൽ പാരാമീറ്റേഴ്സ്. അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷനുള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സിനെ മീൻസ് അതിനുള്ളിലുള്ള വേരിയബിൾസ് നമ്മൾ പറയുന്ന പേരാണ് ഫോർമൽ ആർഗ്യുമെന്റ്സ്. ഇറ്റ്സ് ഡമ്മി വേരിയബിൾസ് ആണ്, ജസ്റ്റ് ഒരു താൽക്കാലികമായിട്ടുള്ള വേരിയബിൾസ് ആണ്. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷനുള്ളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഫോർമൽ വേരിയബിൾസ് എന്ന് പറയുക. ഫംഗ്ഷൻ ഡെഫിനിഷൻ ടൈമിൽ ഫംഗ്ഷൻ കോൾ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ പറയാ ആക്ച്വൽ വേരിയബിൾസ് അല്ലെങ്കിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള വേരിയബിൾസ് അല്ലെങ്കിൽ രണ്ട് ടൈപ്പിലുള്ള ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ രണ്ട് ടൈപ്പിലുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ ഇവിടെ പഠിച്ചു. ഫോർമൽ പാരാമീറ്റേഴ്സും അതുപോലെ തന്നെ ആക്ച്വൽ പാരാമീറ്റേഴ്സും പഠിച്ചു. അത് പാരാമീറ്റേഴ്സ് ഫംഗ്ഷൻ ഡെഫിനിഷൻ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എക്സ് ആണ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ ഫംഗ്ഷൻ കോൾ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഫംഗ്ഷൻ കോൾ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് നമ്മൾ പറയുന്ന പേരായിരുന്നു ഇത് ഇവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി നോക്കാം. ഇവിടെ ഫംഗ്ഷൻ നെയിം പിന്നെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ്. അത് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ ടൈമിൽ നമ്മൾ കൊടുത്തിട്ടുള്ള അതേ ആർഗ്യുമെന്റ്സ് തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യണമെന്നില്ല. പക്ഷെ എന്താണ് അതേ ടൈപ്പ് തന്നെ നമുക്ക് അവിടെ യൂസ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, ഇപ്പൊ അവിടെ എക്സ് വൈ ആണ് യൂസ് ചെയ്ത് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അവിടെ എയും ബിയും ആണ്. എയും ബിയും ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് പ്രശ്നമില്ല. പക്ഷെ നമ്പർ അവിടെ സെയിം ആയാൽ മതി. എന്താണ് നമ്പർ അവിടെ സെയിം ആയാൽ മതി. അതായത് രണ്ടെണ്ണമാണെങ്കിൽ രണ്ടെണ്ണം, മൂന്നെണ്ണമാണെങ്കിൽ മൂന്നെണ്ണം. അവിടെ എക്സ് വൈ യൂസ് ചെയ്ത് ഞാൻ ഇവിടെ എയും ബിയും യൂസ് ചെയ്താൽ നോ പ്രോബ്ലം. പക്ഷെ അവിടെ എയും ബിയും സിയും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ രണ്ടെണ്ണം യൂസ് ചെയ്തത് ഇവിടെ രണ്ടെണ്ണം യൂസ് ചെയ്തു. എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സിനെയാണ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയാം. ഫംഗ്ഷൻ കോൾ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിനെയാണ് നമ്മൾ പറയാം എന്താ പറയുക ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. ഇതാണ് ഇതിന്റെ ജനറൽ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്. അതായത് ആ ഫംഗ്ഷനിങ് മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ നമ്മൾ രണ്ട് ആക്ച്വൽ ആയിട്ടുള്ള രണ്ട് പാരാമീറ്റേഴ്സിനെ ഞാൻ ഇവിടെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നോക്കാനുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യൂസർ നീഡ്സ് അനുസരിച്ചിട്ട് യൂസർക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസർ ഡിസൈൻ ചെയ്യുന്ന കോഡുകളെല്ലാം വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനാണ് നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയാം. ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ടും 3 സ്റ്റേജസ് ആണ്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ ആൻഡ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയും അല്ലേ? ഇപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ വേരിയബിൾ ഡിക്ലറേഷൻ അല്ലേ? ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്നുള്ള ജനറൽ ഫോം ആയിട്ട് പറഞ്ഞു. റിട്ടേൺ ടൈപ്പ് അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിമോ പിന്നെ ആർഗ്യുമെന്റ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞു. സെമിക്കോളൻ യൂസ് ചെയ്തു. ദെൻ രണ്ടാമത്തെ നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ്. നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ എന്ത് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് ടാസ്ക് ആണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊടുക്കുന്ന സ്റ്റേറ്റ് ചെയ്ത ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻ ഹെഡർ മീൻസ് നമ്മുടെ ആ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് അതേപോലെ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അത്രയും വാരിയബിൾസ് തന്നെ അല്ലെങ്കിൽ അതൊക്കെ ടൈപ്പിലുള്ള വാരിയബിൾസ് തന്നെ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യണം. സെയിം ഫംഗ്ഷൻ നെയിമിനെ നമ്മൾ അവിടെ യൂസ് ചെയ്യണം. സെയിം റിട്ടേൺ ടൈപ്പിനെ നമ്മൾ അവിടെ യൂസ് ചെയ്യണം. ഓക്കെ, സെമിക്കോളൻ വേണ്ട മാത്രം. ഓക്കെ,
അങ്ങനെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, ആർഗ്യുമെന്റ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുക. പിന്നെ മൂന്നാമത് നമ്മുടെ ഫംഗ്ഷൻ കോൾ ആണ്. നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ എവിടെയാണോ അതിന്റെ സർവീസ് ആവശ്യം വെച്ചാൽ അവിടെ അത് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക ഫംഗ്ഷൻ കോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഇൻവോക്ക് എന്ന് പറയുക. അപ്പോൾ ഫംഗ്ഷൻ കോൾ അല്ലെങ്കിൽ ഇൻവോക്കിനും ജനറൽ ഫോം ഉണ്ട്. അവിടെ ഫംഗ്ഷൻ എന്ന് ബ്രാക്കറ്റിൽ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് മാത്രം മതി. ആക്ച്വൽ ആർഗ്യുമെന്റ്സ് സെമിക്കോളൻ വേണം. ആക്ച്വൽ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോൾ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടല്ലോ, അത്തരം ആർഗ്യുമെന്റ്സ് നമ്മൾ പറയുന്ന പേരായിരുന്നു എന്ത് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന്. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള ജസ്റ്റ് ഒരു പ്രോഗ്രാം നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പഠിച്ച യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ എഴുതിയിട്ടുള്ള എക്സാമ്പിൾ ഒക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു കംപ്ലീറ്റ് പ്രോഗ്രാം എങ്ങനെയെന്ന് നോക്കാം. അതായത് രണ്ട് നമ്പറുകൾ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് ആ രണ്ട് നമ്പറുകളിലത്തെ ഏതാണ് വലുത് എന്ന് പ്രിന്റ് ചെയ്യുന്ന, രണ്ട് നമ്പറുകൾ കൊടുത്തിട്ട് അതിലത്തെ ഏതാണ് വലുത് എന്ന് പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിവിടെ നേരത്തെ ഉള്ള എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള അതേ ഫംഗ്ഷൻ നെയിമും അതേ വേരിയബിൾസ് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ്. നോർമലി നമ്മൾ ഏതൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ യൂസിങ് നെയിംസ്പേസ് std. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ഏതൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് എപ്പോഴും ഒരു ഫംഗ്ഷൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കണം അല്ലെ. ഹെഡർ ഫയൽസ് കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഞാൻ ഇവിടെ മെയിൻ ഫംഗ്ഷന് മുകളിലായിട്ട് ഫംഗ്ഷൻ ഞാൻ അവിടെ ഡിക്ലെയർ ചെയ്യാണ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഞാൻ ഇവിടെ നടത്തുകയാണ്. ഇന്റ് മാക്സ് ഇന്റ് എക്സ് ഇന്റ് വൈ, അതായത് മാക്സ് എന്ന് പറയുന്ന ഒരു ഇന്റീജർ ഫംഗ്ഷൻ ഞാൻ ഈ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അതിൽ രണ്ട് വേരിയബിൾ ആണുള്ളത്. കാരണം രണ്ട് വേരിയബിൾ ആണ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അത് രണ്ടും ഏത് ടൈപ്പാണ്? ഇന്റീജർ ടൈപ്പാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഫംഗ്ഷന്റെ പേര് എന്താണ്, ഈ ഫംഗ്ഷൻ ഏത് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്, അതിൽ എത്ര ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പിലുള്ള ആർഗ്യുമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇത് നോക്കി അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആ ഫംഗ്ഷൻ അവിടെ ഡിക്ലെയർ ചെയ്തു വിത്ത് സെമിക്കോളൻ. പിന്നീട് നമ്മൾ ഇന്റ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്റ് ഫംഗ്ഷൻ അവിടെ ഇന്റ് എ ബി സി എന്ന് പറയുന്ന മൂന്ന് വേരിയബിൾ ഞാൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്തു. മൂന്ന് വേരിയബിൾ ഞാൻ അവിടെ ഡിക്ലെയർ ചെയ്തു. സി ഔട്ടിൽ എൻ്റെ അടുത്ത് നമ്പേഴ്സ് കൊടുത്തു. ഒന്നാമത് കൊടുക്കുന്ന നമ്പർ എക്കും രണ്ടാമത് കൊടുക്കുന്ന നമ്പർ ബിയിലേക്കും സ്റ്റോർ ചെയ്തു. മൂന്നാമത്തെ അടുത്ത സ്റ്റേജിൽ ഞാൻ ചെയ്തിട്ടുണ്ട് സി ഈസ് ഈക്വൽ ടു മാക്സ് ഓഫ് എ കോമ ബി. മാക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷൻ ആണ് അല്ലേ. ഈ ഫംഗ്ഷൻ ഞാൻ ഇവിടേക്ക് കോൾ ചെയ്യുക ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? കോൾ ചെയ്യുക ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫംഗ്ഷനെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് കോൾ ചെയ്യാം. ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിഞ്ഞതിന് ശേഷമേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ആയിരിക്കും. ഫസ്റ്റിൽ തന്നെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാം. പിന്നെ നമുക്ക് ആ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും ഫംഗ്ഷനെ കോൾ ചെയ്യാം. അപ്പൊ ഇവിടെ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട് മാക്സിമം ഓഫ് എ ബി എന്ന് പറയുന്നത്. മാക്സ് ഓഫ് എ ബി ഇവിടെയാണ് ഫംഗ്ഷൻ കോൾ ആണ് ഇവിടെ നടക്കുന്നത് അല്ലെ. ഈ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തിട്ടുള്ള ആൻസർ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്ന പറയുന്നത് സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന പറയുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് രണ്ട് നമ്പറുകളൊക്കെ ഇൻപുട്ട് ആയിട്ട് സ്വീകരിച്ച് ഇവിടെ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഇവിടെ എയും ബി യൂസ് ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വാല്യൂകൾ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എയും ബി ഇരിക്കണം. അപ്പൊ എയും ബി ഏതാണ് വലുതെന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഈ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷന്റെ കൺട്രോളത്തിന്റെ താഴേക്കല്ല വരിക. ഈ ഫംഗ്ഷൻ എവിടെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഇപ്പൊ ഇവിടെ ഞാൻ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവട്ടെ. അത് എവിടെയാണോ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആ പ്രോഗ്രാമിന്റെ കൺട്രോള് എവിടെയാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഇവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് പ്രോഗ്രാമിന്റെ കൺട്രോൾ ഇവിടേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് കോൾ ചെയ്യുന്ന സമയത്ത് പിന്നെ താഴത്തെ അല്ല വർക്ക് ചെയ്യുക. കോൾ ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെന്റിന്റെ ഇവിടെ എവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അവിടേക്കാണ് പിന്നെ കൺട്രോൾ താഴേക്ക് പോകില്ല. അപ്പൊ ഇവിടെ മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ അതിന് എന്ത് ചെയ്യും? പ്രോഗ്രാമിന്റെ കൺട്രോൾ എവിടെയാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അവിടേക്ക് ജമ്പ് ചെയ്യും. ഇവിടെയാണ് അത് ഡിഫൈൻ ചെയ്തത്, പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ആണ് ഡിഫൈൻ ചെയ്തത്. അത് എവിടെ ആണെങ്കിലും കുഴപ്പമില്ല. പ്രോഗ്രാമിന്റെ ആദ്യം ഡിഫൈൻ ചെയ്യാം, ലാസ്റ്റ് ഡിഫൈൻ ചെയ്യാം, മിഡിൽ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ദാറ്റ്സ് നോട്ട് മാറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഭാഗത്തേക്ക് പ്രോഗ്രാമിന്റെ കൺട്രോൾ ജമ്പ് ചെയ്തു. ഫംഗ്ഷൻ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തു. ഇവിടെ ഫംഗ്ഷൻ ഹെഡർ കൊടുത്തു as same as the function declaration but without a semicolon. അപ്പോൾ അവിടെ കൊടുത്തു ഇവിടെ ഫംഗ്ഷൻ ബോഡിയിൽ if x greater than y ആണോ നോക്കി, ആണെങ്കിൽ x റിട്ടേൺ ചെയ്തു അല്ലെങ്കിൽ y റിട്ടേൺ ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഞാൻ വാരിയബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന ആർഗ്യുമെന്റ്സ് ആയിട്ട് x ഉം y ഉം ആണ്. ആ x ഉം y ഉം ആണ് അവിടെ ഫോർമൽ ആർഗ്യുമെന്റ്സ്. എന്താ പറയാ? ഫോർമൽ ആർഗ്യുമെന്റ്സ്. കാരണം ഫംഗ്ഷൻ ഡെഫിനിഷൻ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോർമൽ ആർഗ്യുമെന്റ്സ്.
ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഞാൻ ഏതാ യൂസ് ചെയ്തിരിക്കുന്നത് എയും ബിയും ആണ്. ഇതാണ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമൽ ആർഗ്യുമെന്റ്സും ഇവിടെ നമ്മൾ ഫംഗ്ഷൻ കോൾ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസിന് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിനാണ് എന്താ പറയുക ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. അപ്പോൾ കൺട്രോൾ ഇവിടെ പോയി ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ എയ്ക്കും ബിക്കും സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ വാല്യൂസ് എങ്ങനെയാണ് എക്സും വൈയും വെച്ചാൽ കൊടുക്കണമെന്ന് കിട്ടണമെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഒരു കൺഫ്യൂഷൻ വേണ്ട. ഈ എയും ബിയും ഇവിടെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എയുടെ വാല്യൂ എക്സിലേക്കും എയുടെ വാല്യൂ എക്സിലേക്കും ബിയുടെ വാല്യൂ വൈയിലേക്കും അത് പാസ് ആയിക്കോളും. പിന്നെ നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. അത് ഇവിടുന്ന് അങ്ങോട്ട് കോപ്പി ആയിക്കോളും. എക്സ് എന്ന് പറഞ്ഞാൽ എ ആണ്, വൈ എന്ന് പറഞ്ഞാൽ എന്താകും അവിടെ വൈ എന്ന് പറഞ്ഞാൽ അവിടെ ബി ആയിരിക്കും. അതായത് എയുടെ വാല്യൂ എക്സിലേക്കും ബിയുടെ വാല്യൂ വൈയിലേക്കും പാസ് ചെയ്തോളും. ഓക്കെ, ടെൻഷൻ ആണ്. പിന്നീട് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എക്സ് വൈ കൊടുത്തു. എക്സും വൈയിലത്തെ ഏതാണ് വലുത് നോക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ എന്ത് ചെയ്യണം? റിട്ടേൺ എക്സ് റിട്ടേൺ ചെയ്യണം. എവിടേക്കാ റിട്ടേൺ ചെയ്യുക? നേരെ ഏതാണ് വലുതെന്ന് വെച്ചാൽ ആ വാല്യൂ നേരെ സിക്ക് റിട്ടേൺ ചെയ്യും. കാരണം മാക്സിമം ഇതിലത്തെ ഏതാണ് വലുതെന്ന് വെച്ചാൽ മാക്സിമം കണ്ടിട്ട് ആ വാല്യൂ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യണം. ഇങ്ങോട്ട് ഏതിലേക്കാണ് റിട്ടേൺ ചെയ്യുക? സിയിലേക്കാണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാണ് എക്സിന്റെ വാല്യൂ ഞാൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇല്ല. അപ്പൊ എയുടെ വാല്യൂ ഞാൻ കൊടുക്കുന്നത് 5ഉം ബിയുടെ വാല്യൂ ഞാൻ കൊടുക്കുന്നത് 7ഉം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ എയുടെ വാല്യൂ എക്സിലേക്കും ഈ ബിയുടെ വാല്യൂ വൈയിലേക്കും പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ പാസ് ചെയ്യുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ നോക്കും. അതായത് എക്സ് എന്ന് പറയുന്നത് വൈനേക്കാളും വലുതാണോ നോക്കും. വലുതാണോ? അല്ല. അപ്പൊ എൽസ് ചെക്ക് ചെയ്യും. എൽസ് അപ്പൊ എക്സ് വലുതല്ലെങ്കിൽ പിന്നെ ഏതായിരിക്കും വലുത്? വൈ ആയിരിക്കും വലുത്. അങ്ങനെയാണെങ്കിൽ വൈ റിട്ടേൺ ചെയ്യും. വൈ എന്ന് പറയുന്നത് ഏതാണ്? വൈയുടെ വാല്യൂ എത്രയാണ്? 7 ആണ്. ആ 7 എന്ന് പറയുന്നത് എവിടേക്കാണ് റിട്ടേൺ ചെയ്യുക? ആ ഫംഗ്ഷൻ എവിടെയാണോ കോൾ ചെയ്യുന്നത് ഇവിടെയാണ് അതിനെ കോൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ വാല്യൂ എങ്ങനെയാണ് റിട്ടേൺ ചെയ്യേണ്ടത്? സിയിലേക്കാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പൊ സിയിൽ ഇപ്പൊ എത്ര സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ടാവും? 7 എന്ന് പറയുന്ന വാല്യൂ അവിടെ സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ടാവും. അതിന്റെ താഴെ സി ഔട്ടിൽ മാക്സിമം ഈസ് ഈക്വൽ ടു സി. മാക്സിമം ഈസ് ഈക്വൽ ടു അവിടെ 7 എന്ന് അവിടെ പ്രിന്റ് ചെയ്യും. അത് അവിടെ ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്കുള്ള ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. ഇനി നമുക്ക് അഡ്വാൻസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് എളുപ്പം. പക്ഷേ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലും അതുപോലെ തന്നെ +1 കമ്പ്യൂട്ടർ സയൻസിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഈ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.